നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമദേവനെന്നറിഞ്ഞുകൊണ്ടാലും നീ. രാമായണത്തിന്റെ സനാതനമായ ധർമ്മ സന്ദേശം എല്ലാ കാലവും എല്ലായിടത്തും പ്രസക്തമാണ്. ഈ സത്യം എല്ലാവരും, പ്രത്യേകിച്ച് യുവസമൂഹം വേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഏതു പരീക്ഷണത്തിലും പരാജയപ്പെടാതെയും പ്രലോഭനങ്ങളിൽ പതറാതെയും പ്രതിസന്ധികളെ കണ്ട് പകച്ചു പോകാതെയും സ്വധർമ്മം ആചരിച്ച് ധർമ്മവിഗ്രഹമായ ശ്രീരാമനിൽ യുവസമൂഹം ഹൃദയത്തിൽ ആവാഹിക്കട്ടെ. വിധിയുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിലും ധീരതയുടെയും വിശുദ്ധിയുടെയും മൂർത്തിഭാവമായി നിലകൊണ്ട സീതയെ അവർ മനസ്സിലാക്കട്ടെ. ത്യാഗത്തിൻ്റെയും സ്നേഹസമർപ്പണങ്ങളുടെയും ഭരതലക്ഷ്മണ ശത്രുഘ്ന ഭാവങ്ങളെ യുവസമൂഹം ഉൾക്കൊള്ളട്ടെ. കരുത്തിൻ്റെയും അറിവിൻ്റെയും ഭക്തിയുടെയും വിനയത്തിൻ്റെയും സകല സിദ്ധികളുടെയും പ്രതിരൂപമായ ഹനുമാനെ യുവതലമുറ അടുത്തറിയട്ടെ. അധികാരവും ശക്തിയും അറിവുമെല്ലാം ഒത്തുചേർന്നിട്ടും കാമവശകനാകയാൽ കുടുംബവും കുലവും രാവണനിൽ നിന്ന് അകന്ന തത്വം യുവസമൂഹം മനസ്സിലാക്കണം. ധർമ്മവിരുദ്ധമായ കാമം എങ്ങനെ ദുഃഖപ്രദമാകുന്നു എന്നത് രാവണനിൽ നിന്നും ശൂർപ്പണഖയിൽ നിന്നും അവർ മനസ്സിലാക്കണം. ആവശ്യപ്പെടുന്നത് എന്തെന്നറിയാതെ ആർക്കും വാക്കു കൊടുക്കരുതെന്നും ദശരഥനിൽ നിന്നും യുവസമൂഹം പഠിക്കട്ടെ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ത്വമേകോ ലോകാനാം പരമഫലദോ ദിവ്യപദവീം വഹന്തസ്ത്വന്മൂലാം പുനരപി ഭജന്തെ ഹരിമുഖാഃ കിയദ്വാ ദാക്ഷിണ്യം തവ ശിവമദാശാ ച കിയതി കദാ വാ മദ്രക്ഷാം വഹസി കരുണാ
पूरितदृशा त्वमेको लोकानां परमफलदो दिव्यपदवीं वहन्तस्त्वन्मूलां पुनरपि भजन्ते हरिमुखाः कियद्वा दाक्षिण्यं तव शिवमदाशा च कियती कदा वा मद्रक्षां वहसि करुणा पूरितदृशा. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. മംഗളസ്വരൂപനായ അല്ലയോ പരമേശ്വര, സർവലോകർക്കും പരമമായ മോക്ഷപദവി വരെ പ്രദാനം ചെയ്യുന്നത് ഏകനായ അങ്ങാണ്. നീയാകുന്ന സകല കാരണത്തെ ആശ്രയിച്ച് മഹാവിഷ്ണു തുടങ്ങിയ സകല ദേവതകളും ഭജിക്കുന്നു. നിന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ ദേവതകൾക്കും ദിവ്യ പദവികൾ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 17-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശിവാനന്ദ ലഹരിയിൽ 17 ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. 18-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചത്. ശിവാനന്ദ ലഹരിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരാഭക്തിയുടെ ആ പരാഭക്തിയിലേക്ക് ഉയരാനുള്ള സാധനാക്രമങ്ങളുടെ അതിലൂടെയുള്ള കേവലമായ ആത്മനിഷ്ഠയുടെ എല്ലാ തലങ്ങളെയും ഹൃദയസ്പൃക്കായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ചെയ്യുന്നത് ഇവിടെ. നമുക്ക് 18-ാം ശ്ലോകം ശ്രദ്ധിക്കാം. ത്വമേകോ ലോകാനാം പരമഫലദോ ദിവ്യപദവീം വഹന്തസ്ത്വന്മൂലം പുനരപി ഭജന്തേ ഹരിമുഖാഃ കിയദ്വാ ദാക്ഷിണ്യം തവ ശിവമദാശാ ച കിയതി കദാ വാ മദ്രക്ഷാം വഹസി കരുണാപൂരിതദൃശാ. ഹേ ശിവ, സംബോധനയാണ്. അല്ലയോ ശിവ, മംഗളസ്വരൂപിൻ അഥവാ സർവ്വലോകങ്ങൾക്കും മംഗളം പ്രദാനം ചെയ്യുന്നവനെ, സർവ ദ്വൈതങ്ങൾക്കും ഉപരി സ്വരൂപനിഷ്ഠയിൽ കഴിയുന്നവനെ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ ശിവസംബോധനയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം. ഹേ ചൈതന്യ സ്വരൂപിൻ, ത്വം ഏകഃ ലോകാനാം പരമഫലദഃ. ലോകങ്ങൾക്ക് മുഴുവൻ, ലോകങ്ങൾക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങളിലുള്ളവർക്ക് മുഴുവൻ, രണ്ടർത്ഥവും നമുക്കെടുക്കാം. ലോകങ്ങൾക്ക് മുഴുവൻ തന്നെ അഥവാ ലോകങ്ങളിലുള്ള എല്ലാവർക്കും തന്നെ പരമമായ പദവിയെ പ്രദാനം ചെയ്യുന്നത് നീ ഏകനാണ്. പരമഫലദഃ, പരമമായ മുക്തിയെ, സർവദ്വൈതങ്ങൾക്കും ഉപരിയുള്ള ആത്മനിഷ്ഠയെ ഓരോ വ്യക്തിയുടെ തലത്തിലും അവനവൻ്റെ വീക്ഷണത്തിനനുസരിച്ച് പരമം എന്നുള്ളതിൽ മാറ്റം വരാം. ആ നിലയ്ക്ക് ചിന്തിച്ചാൽ ഓരോരുത്തരും ഇച്ഛിക്കുന്ന പുരുഷാർത്ഥം എന്താണോ, അവനവൻ ജീവിതത്തിൽ പ്രാപിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത് എന്തിനെയാണോ, അതിനെ നമുക്ക് പരമെന്ന് കാണാം. അത് ഭോഗമായാലും മോക്ഷമായാലും. അപ്പം പരമമായ മോക്ഷ പദവി വരെ അഥവാ ദേവതാഭാവപ്രാപ്തി വരെ, സർവപ്രപഞ്ചത്തിനും ആധിപത്യം എന്നുള്ള പദവി വരെ, ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. ഈ പരമമായ ഫലങ്ങളെ മുഴുവൻ പ്രദാനം ചെയ്യുന്നത് നീ ഏകനാണ്. നീ തന്നെ പരമേശ്വരൻ, ഏകനായ അദ്വിതീയനായ സർവേശ്വരൻ. അതിനാദ്യം പ്രഖ്യാപിക്കുന്നത് ത്വം ഏകഃ ലോകാനാം പരമഫലദഃ. പരമം ഫലം ദദാതീതി, പരമമായ ഫലത്തെ ദാനം ചെയ്യുന്നവൻ, പ്രദാനം ചെയ്യുന്നവൻ. എന്താണ് ആ പരമഫലം? അതുകൊണ്ട് അന്വയിച്ച് പറയാം, ദിവ്യപദവീം.
ദിവ്യ പദവിയാകുന്ന പരമഫലത്തെ. സർവത്തെയും ദ്യോതിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്ന ഭാവമാണ് ദിവ്യം. അപ്പം സകലത്തെയും പ്രകാശിപ്പിക്കുന്ന പരമതത്വജ്ഞാനമാകുന്ന തലത്തിലേക്ക്, അഥവാ സർവദേവതാമയമായ പദവിയിലേക്ക്, അതാണ് ദിവ്യ പദവിയും പരമഫലതാം, നീയാണ് ഉയർത്തുന്നത്. പരാഭക്തന്മാരെ തത്വവിജ്ഞാനത്തിൻ്റെ പരാകാഷ്ഠയിൽ ഏകമായ അദ്വയമായ സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന പരമാത്മ പദവിയിൽ നീ ഉയർത്തുന്നു. നീ ഏകനാണത്. ത്വന്മൂലാം വഹന്തഃ ഹരിമുഖാഃ പുനഃ ഭജന്തേ. നിൻ്റെ മൂലത്തെ ആശ്രയിച്ചുകൊണ്ട്, നീയാകുന്ന സർവകാരണത്തെ ആശ്രയിച്ചുകൊണ്ട് ഹരിമുഖാഃ, ഹരി തുടങ്ങിയവർ, ഹരി മഹാവിഷ്ണു, മഹാവിഷ്ണു തുടങ്ങിയ സകല ദേവതകളും നിന്നെ മൂലമാക്കി ഭജിക്കുന്നു. ത്വന്മൂലാം ഭജന്തേ. നീയാകുന്ന അടിസ്ഥാന കാരണത്തെ, സർവപ്രപഞ്ച കാരണത്തെ ആധാരമാക്കി മഹാവിഷ്ണു തുടങ്ങിയവരെല്ലാം ഭജിക്കുന്നു. ഇനി വേറെ രീതിയിൽ ഇതിനെ അന്വയിക്കാം. ത്വം ഏകഃ ലോകാനാം പരമഫലദഃ, അതൊരു വാക്യം. ദിവ്യ പദവിയും എന്നുള്ളത് അതിനോട് അന്വയിക്കാതെ ഹരിമുഖാഃ ത്വന്മൂലാം ദിവ്യ പദവിയും വഹന്തഃ, അങ്ങനെ അന്വയിക്കാം. അങ്ങനെ വരുമ്പോൾ മഹാവിഷ്ണു തുടങ്ങിയവർ നീ മൂലമായി ലഭിച്ചിട്ടുള്ള ദിവ്യ പദവിയെ വഹിക്കുന്നവരായിരിക്കുന്നു. താത്പര്യം, മഹാവിഷ്ണു തുടങ്ങിയ ദേവതകൾക്ക്, ബ്രഹ്മാവാകട്ടെ വിഷ്ണുവാകട്ടെ ഇന്ദ്രനോ യമനോ വായുവോ ആരോ ആവട്ടെ, എല്ലാ ദേവതകളും പരമാത്മ മഹിമയാൽ ദിവ്യത്വത്തെ പ്രാപിച്ചവരാണ്. ഏകനും അദ്വിതീയനുമായ പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ ഭാവങ്ങളാണ് സകല ദേവതകൾ. അങ്ങനെ വരുമ്പോൾ വിഷ്ണു തുടങ്ങിയ ദേവതകൾ ദിവ്യ പദവിയെ പ്രാപിച്ചിരിക്കുന്നു. വഹന്തഃ, വഹിക്കുന്നവരായിരിക്കുന്നു. എങ്ങനെയാണ് ആ ദിവ്യ പദവി? ത്വന്മൂലാം ദിവ്യ പദവി, നീ മൂലമായിട്ടുള്ള ദിവ്യ പദവിയെ, നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സകല ദേവതകൾക്കും സകല ദിവ്യ പദവികളും ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളതിനെ വഹിക്കുന്നവരായിട്ട് പുനരപി ഭജന്തേ, വീണ്ടും ഭജിക്കുന്നു. സദാസമയവും എല്ലാ ദേവതകളും ഹേ ഭഗവാനെ നിന്നെയാണ് ഭജിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരാശയം, ശൈവ ദൃഷ്ടിയിൽ ശിവൻ എന്ന് പറയുന്നതും വൈഷ്ണവ ദൃഷ്ടിയിൽ വിഷ്ണു എന്ന് പറയുന്നതും ഒരേ പരമാത്മാവിനെ തന്നെയാണ്. അപ്പോൾ വൈഷ്ണവമായ ദൃഷ്ടിയിൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ശിവൻ തുടങ്ങിയ ദേവതകൾ സകലത്തെയും ഭരിക്കുന്നു എന്ന് പറഞ്ഞാലും, ശൈവമായ ദൃഷ്ടിയിൽ വിഷ്ണു തുടങ്ങിയ ദേവതകൾ സകലത്തെയും ധരിക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ കലഹത്തിൻ്റെ ആവശ്യമില്ല. ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മളും ശൈവ വൈഷ്ണവാദി പക്ഷപാതിത്വത്തിലും കലഹത്തിലും പെട്ടുപോകും. അതുകൊണ്ട് ഈ ധാരണ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. താത്പര്യം, സകല ദേവതകളും അവരവരുടെ ദിവ്യ പദവിയെ ഹേ ഭഗവൻ നിൻ്റെ അനുഗ്രഹ ഫലമായിട്ടാണ്, അഥവാ നിന്നെ അറിഞ്ഞതിൻ്റെ, പൂജിച്ചതിൻ്റെ മഹിമാഭാവമായിട്ടാണ് നേടിയിട്ടുള്ളത്, വഹിക്കുന്നത്. അവർ തുടർന്നും നിന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ ഒരു ആശയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. അടുത്ത പാദത്തിൽ അത് നമുക്ക് തുടർന്ന് പഠിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഓം അമൃതേശ്വരിയെ നമഃ. മനുഷ്യജന്മം ഒരു മഹാഭാഗ്യമാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തിയെക്കുറിച്ച് ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. നിത്യജീവിതത്തിലെ സംഭവങ്ങൾ ഓരോന്നും നമ്മെ തളർത്തുമ്പോൾ അവിടെയൊന്നും തളരാതെ ഉണർന്നെഴുന്നേൽക്കാൻ നമ്മെ തുണയ്ക്കുന്നത് മഹാത്മാക്കളുടെ ഗീതോപദേശങ്ങളാണ്.
ഈ ലോകത്തിൽ അനേകം വർഷം പലരും ജീവിച്ചിട്ടുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്. അമ്മ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തിന് എന്ത് ഗുണമുണ്ടായി? അതിൻ്റെ ഉത്തരത്തിനായി ഈശ്വരൻ കാത്തിരിക്കുന്നു. എന്ത് നേടി എന്നല്ല ഈശ്വരൻ ചോദിക്കുക, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി എന്തു ചെയ്തു? ക്ലോയി എന്നു പേരുള്ള 10 വയസ്സുള്ള ഒരു അമേരിക്കക്കാരി പെൺകുട്ടി ഇന്ത്യയിലെ കുറേ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുക സംഭരിച്ചു. അത് ആ കുട്ടി അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവൾക്ക് കുറേ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഓപ്പറേഷന് വിധേയരായ കുട്ടികൾ അവളുമായി ഫോണിൽ സംസാരിച്ചു. അവർ നന്ദി സൂചകമായി അവൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് അയച്ചു. അത് വായിച്ച് അവൾ ആനന്ദ കണ്ണീരൊഴുക്കി. അമ്മയുടെ ടൂർ സമയത്ത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോൾ എങ്ങനെയാണ് ഇത്രയും പണം സംഭരിച്ചത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ സന്തോഷം വേണ്ടെന്ന് വെച്ചു. ഇന്ത്യയിലേക്ക് വരാൻ സൂക്ഷിച്ചു വച്ചിരുന്ന പണമുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ടൂറിന് പോകണ്ട എന്ന് തീരുമാനിച്ചു. പലപ്പോഴും വീട്ടിൽ നിന്ന് തരുന്ന പോക്കറ്റ് മണി സൂക്ഷിച്ചു വെച്ചു. മറ്റു വീടുകളിൽ ചെന്ന് പഴയ കളിപ്പാട്ടങ്ങൾ ശേഖരിച്ച് അത് ഒരു പ്രത്യേക കവറിലാക്കി കൊണ്ടുപോയി വിറ്റു. ചെടിച്ചട്ടിയിൽ പൂ വളർത്തി പൂക്കൾ സ്കൂളിൽ കൊണ്ടുപോയി മറ്റു കുട്ടികളോടൊപ്പം വഴിയരികിൽ നിന്ന് വിൽക്കാൻ ശ്രമിച്ചു. 10 വയസ്സുകാരി പറഞ്ഞ കാര്യങ്ങൾ മുതിർന്നവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പണക്കാരിയല്ല, സാധാരണക്കാരി കുട്ടി. അമ്മ പറയുന്നത്, നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ മനോഭാവമാണ്. മനോഭാവം നന്നായാൽ ഈശ്വരൻ്റെ അനുഗ്രഹ വർഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം ഓരോരുത്തരും ഒരു പ്രപഞ്ചം തന്നെയാണ്. സകല വസ്തുക്കളും സൂക്ഷ്മഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബാഹ്യപ്രപഞ്ചവും നമ്മുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും തമ്മിൽ ശക്തിയുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കി വച്ചിരിക്കുന്നതാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമാനുഷ കഴിവുകളൊക്കെ ഈശ്വരൻ മറച്ചു വെച്ചു. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിന് ജന്മാന്തരങ്ങളിലെ കാര്യങ്ങൾ മുഴുവനും ഓർമ്മയിൽ വരും. എന്തുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വന്നു എന്ന സത്യവും ഓർക്കും. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ് ഈ ശരീരം. വീണ്ടും പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കി നരകയാതന അനുഭവിക്കാനായി ഒരിക്കലും ഇടയാവരുതേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂപ്പുകൈകളോടുകൂടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരുന്നു. ആ നിമിഷം ആദ്യത്തെ ശ്വാസത്തിൽ തന്നെ സകലതും മറന്നുപോകുന്നു. അനേകം തവണ കണ്ട ഈ ലോകത്തെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. അതുവരെ അറിഞ്ഞിരുന്ന സകലതും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഈശ്വരനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഈശ്വരശക്തി നമ്മിൽ പൂർണ്ണമായി കുടികൊള്ളുന്നു. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരൻ എത്ര ക്രൂരനാണ് എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ഒരു ഭിക്ഷക്കാരൻ പരാതി പറഞ്ഞു അത്ര ഈശ്വരനോട്. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് ഒരു ഭിക്ഷാപാത്രം മാത്രം. തൻ്റെ കയ്യിലിരിക്കുന്ന ഭിക്ഷാപാത്രത്തിൽ പതിച്ചിരിക്കുന്ന വിലപിടിച്ച രത്നങ്ങളെക്കുറിച്ച് അറിയാതെ ഭിക്ഷക്കാരൻ ചിന്തിക്കുകയാണ്, എന്തൊരു ക്രൂരനാണ് ഈശ്വരൻ. ആ ഭിക്ഷാപാത്രത്തിന് കോടിക്കണക്കിന് രൂപയേക്കാൾ മൂല്യമുണ്ട് എന്ന് അയാൾക്കറിയില്ല. അതേപോലെയാണ് ഈ ശരീരം. എത്ര അമൂല്യമാണെന്നറിയാതെ മനുഷ്യർ ജീവിക്കുന്നു. ഇതിനെ ഭിക്ഷയാചിക്കാനായി കൊണ്ടു നടക്കുന്നു. അതിനുള്ളിലുള്ള അമൂല്യമായ പലതും നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ട് ജീവിതം മുഴുവനും യാചകരായി കഴിയുന്നു. ഓരോ സമയത്തും
ഓരോ രീതിയിൽ യാചിക്കുന്നു എന്നേ ഉള്ളൂ വ്യത്യാസം. ജീവിത വിജയത്തിന് ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ അനുഗ്രഹം വേണം. ഈശ്വരനെ അറിയാനും പരമഹംസ പദത്തിലെത്താനും അതിൻ്റെ സഹായം വേണം. ഈ ലോകത്തിൽ ഭൗതികമായും ആത്മീയമായും വിജയം വരിക്കാൻ ശരീരത്തിൻ്റെ അനുഗ്രഹം വേണം. ശരീരത്തിനോട് അനാദരവ് കാണിക്കരുത്, ശരീരത്തിനെ പീഡിപ്പിക്കരുത്, ആരോഗ്യം ശ്രദ്ധിക്കണം, പരിശുദ്ധി ശ്രദ്ധിക്കണം. ഈശ്വരൻ്റെ ശക്തി മുഴുവനും ഈശ്വരൻ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. ജനിച്ചപ്പോൾ മുതൽ മനുഷ്യൻ അതാണ് അന്വേഷിക്കുന്നത്, ആനന്ദ സ്വരൂപനായ ഈശ്വരനെ. പക്ഷേ ആനന്ദത്തിൻ്റെ ഉറവിടം ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് അവസാന കാലം വരെ അറിയാൻ സാധിക്കാതെ പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുരുവിൻ്റെ പ്രസക്തി. ഗുരു ഒരു മഹാത്ഭുതമാണ്. മഹാത്ഭുതങ്ങൾ നമുക്ക് സുപരിചിതങ്ങളാണ്. പക്ഷേ ഇവയേക്കാളെല്ലാം ഏറെ മഹത്തരമായ 7 വിസ്മയങ്ങൾ നമ്മിലുണ്ട്. നാം അവയെ കാണാതെ, ശ്രദ്ധിക്കാതെ, വിലമതിക്കാതെ അവഗണിക്കുന്നു. നമുക്കേറ്റവും പ്രിയപ്പെട്ട മഹാവിസ്മയങ്ങൾ നമ്മോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് അവശ്യം ഉപകാരപ്രദമായ അവ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണർവ് സമ്മാനിക്കുന്നതും. ആ മഹാവിസ്മയങ്ങളുടെ നിര കാണാൻ, കേൾക്കാൻ, രുചിക്കാൻ, ഗന്ധമറിയാൻ, സ്പർശനസുഖമറിയാൻ, സംവേദിക്കാൻ, ചിരിക്കാൻ, സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ, ജീവിതത്തിൽ തുടരാൻ എല്ലാം നമുക്ക് സാധിക്കും. നമുക്ക് കിട്ടിയ അമൂല്യമായ അത്യപൂർവമായ സമ്മാനമാണ് ഈ ശരീരം. ഇതിനെ ആദരപൂർവം കാണുക, ഈ മഹാസൗഭാഗ്യത്തെ നമിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജന്മസാഫല്യം നേടാൻ അമ്മയുടെ അനുഗ്രഹം കിട്ടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. സന്ധ്യാദീപം തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.